നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. ജെഇമെയിൻ 2024 ബി പ്ലാനിംഗ് നമുക്കറിയാം. എക്സാം ജനുവരി 24 കൃത്യം 3 ദിവസം മുമ്പ് തന്നെ ബി പ്ലാനിംഗ് 24 പരീക്ഷ എഴുതേണ്ടവരുടെ അഡ്മിറ്റ് കാർഡുകൾ റിലീസ് ചെയ്തിരിക്കുന്നു. പേപ്പർ 1 ബിടെക് പരീക്ഷ എഴുതേണ്ടത് 27, 29, 30, 31, 1 തീയതികളിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും. എക്സാം സിറ്റിയും ഏത് ദിവസമാണ് എക്സാം എന്നുള്ളത് എല്ലാ കുട്ടികൾക്കും ലഭിച്ചിട്ടുണ്ട്. അതാത് കുട്ടികളുടെ അഡ്മിറ്റ് കാർഡുകൾ എക്സാമിന് കൃത്യം 3 ദിവസം മുമ്പ് jemain.nta.ac.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. നിങ്ങൾക്ക് ഇമെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ മൊബൈൽ SMS വഴിയോ അല്ല ഈ അഡ്മിറ്റ് കാർഡ് കിട്ടുന്നത്. ജെഇമെയിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ് ഇത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കേണ്ടത്. ഒരു A4 സൈസ് ടോൾ പേപ്പറിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിലോ കളറിലോ നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് വാലിഡ് ID പ്രൂഫും ബോൾ പോയിൻ്റ് പേനയുമായി എക്സാം സെൻറ്ററിൽ അരമണിക്കൂർ മുമ്പ് തന്നെ എക്സാമിന് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. നമുക്കറിയാം ബി പ്ലാനിംഗ് എക്സാം 24 ഉച്ച കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ഷിഫ്റ്റിലാണ്. 3 മണി മുതൽ ആരംഭിക്കുന്ന എക്സാമിന് നമുക്ക് അരമണിക്കൂർ മുമ്പ് ഗേറ്റ് ക്ലോസ് ചെയ്യും. അതിനു മുമ്പെങ്കിലും നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കണം. 27, 29, 30, 31, 1 തീയതികളിൽ രാവിലെ 9 മണിക്ക് ആദ്യ ഷിഫ്റ്റും ഉച്ച കഴിഞ്ഞ് 3 മണിക്കുമാണ് രണ്ടാമത്തെ ഷിഫ്റ്റ്. എക്സാം സെൻറ്റർ, ഏത് സെൻറ്ററിൽ വെച്ചാണുള്ള എക്സാം, അതുപോലെ തന്നെ ഏത് ഷിഫ്റ്റിലാണുള്ളത് എക്സാം എന്നുള്ള ഡീറ്റെയിൽസ് ബിടെക്കിൻ്റെത് എക്സാം ഡേറ്റിന് കൃത്യം 3 ദിവസം മുമ്പാണ് ജെഇമെയിൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നത്. ബി പ്ലാനിങ്ങിന് ഇപ്പോൾ അഡ്മിറ്റ് കാർഡുകൾ എല്ലാ കുട്ടികൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അഡ്മിറ്റ് കാർഡുകൾ ഡൗൺലോഡ് ചെയ്യേണ്ട വിധം: വെബ്സൈറ്റിൽ നിന്നും ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്താണ് അഡ്മിറ്റ് കാർഡുകൾ A4 സൈസിൽ പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടത്. 4 പേജുകളാണ് അഡ്മിറ്റ് കാർഡുകൾക്കുള്ളത്. ആദ്യത്തെ 1ാമത്തെ പേജാണ് ഏറ്റവും പ്രധാനപ്പെട്ട അഡ്മിറ്റ് കാർഡ് എന്ന് അറിയപ്പെടുന്നത്. 1ാമത്തെ പേജിൽ കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോയും സിഗ്നേച്ചറും അതുപോലെ തന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, കാറ്റഗറി എന്നുള്ളവ രേഖപ്പെടുത്തിയിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ സെൽഫ് ഡിക്ലറേഷൻ, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തിരിക്കുമ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണെന്നുള്ള സെൽഫ് ഡിക്ലറേഷൻ ആ പേജിൽ തന്നെ ഉണ്ട്. അത് സെപ്പറേറ്റ് പേജല്ല, അത് ആദ്യത്തെ പേജിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് തന്നെ ഉള്ളതാണ്. അതിൽ തന്നെയാണ് പൂരിപ്പിക്കേണ്ടതും സെൽഫ് ഡിക്ലറേഷൻ. അതിനുശേഷം കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോയും ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനും ഇട്ടുകൊണ്ട് പോകേണ്ടതാണ്. അത് സിഗ്നേച്ചർ എക്സാം സെൻറ്ററിൽ ചെന്നിട്ട് ഇൻവിജിലേറ്ററിന് മുമ്പിലാണ് ഇടേണ്ടത്. ഇത്രയും ഉൾക്കൊള്ളുന്ന, അതുപോലെ തന്നെ എക്സാം സെൻറ്ററിൻ്റെ അഡ്രസ്സ്, ഏത് ഷിഫ്റ്റിലാണ് എക്സാം, അങ്ങനെയുള്ള ഡീറ്റെയിൽസും 1ാമത്തെ പേജിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് ആ പേജാണ് നമ്മൾ വാലിഡ് ID പ്രൂഫിൻ്റെ കൂടെ കൊണ്ടുപോകേണ്ടത്. കളർ പ്രിൻ്റ് ഔട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റ് ഔട്ടോ ഉപയോഗിക്കാവുന്നതാണ്. 2ാമത്തെ പേജ്, 3ാമത്തെ പേജ്, 4ാമത്തെ പേജും എക്സാമിനുള്ള നിർദ്ദേശങ്ങളാണ്. അത് കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം എക്സാമിന് പുറപ്പെടേണ്ടത്. ജെഇമെയിൻ 2024 അഡ്മിറ്റ് കാർഡ് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് 24 ഉച്ച കഴിഞ്ഞിട്ട് ബി പ്ലാനിങ്ങിൻ്റെ എക്സാം സെലക്ട് ചെയ്തവരുടെ അഡ്മിറ്റ് കാർഡുകളാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. ഈ കുട്ടികൾക്ക് തന്നെ ഇനി ബിടെക്കിൻ്റെ എക്സാം വേറൊരു ദിവസമായിരിക്കും. അതിന് വേറൊരു അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നതാണ്. അത് 27 മുതൽ 1 വരെയുള്ള ഏത് ദിവസമാണോ അതിന് 3 ദിവസം മുമ്പായിരിക്കും അഡ്മിറ്റ് കാർഡുകൾ ഡൗൺലോഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ആ ദിവസം മുതൽ 3 ദിവസം മുമ്പ് തൊട്ട് ഏത് ദിവസവും, തലേ ദിവസമോ എക്സാമിൻ്റെ അന്നോ ഒക്കെ നമുക്ക് ഈ വെബ്സൈറ്റിൽ നിന്നും അഡ്മിറ്റ് കാർഡുകൾ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അഡ്മിറ്റ് കാർഡ് നമുക്ക് കാണാം, പ്രൊവിഷണൽ എന്നാണ് എല്ലാവർക്കും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് സംശയം തോന്നാം. പ്രൊവിഷണൽ എന്ന് പറഞ്ഞാൽ നാം jemain.nta.ac.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈൻ അപ്ലൈ ചെയ്തപ്പോൾ നമ്മുടെ എലിജിബിലിറ്റി ക്ലോസുകളെല്ലാം നമ്മൾ പറഞ്ഞിരിക്കുന്നതാണ്. നമ്മൾ +2 പഠിച്ചിട്ടുണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് പഠിക്കുന്നുണ്ട്. നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, കാറ്റഗറി, പേര്, അങ്ങനെയുള്ളതെല്ലാം നമ്മൾ പറഞ്ഞിരിക്കുന്ന പ്രകാരം ജെഇമെയിനിൽ ഓൺലൈനിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന പ്രകാരമാണ് ഈ അഡ്മിറ്റ് കാർഡുകൾ നമുക്ക് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് അലോക്കേഷൻ സമയത്ത് ജൂലൈയിൽ ജോസയുടെ വെബ്സൈറ്റിൽ നമ്മളുടെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യുന്ന സമയത്താണ് നമ്മളുടെ എലിജിബിലിറ്റി നോക്കുകയും ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുകയും അഡ്രസ്സ് നോക്കുകയും കാറ്റഗറി നോക്കുകയും +2 മാർക്ക് നോക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതുവരെ ഈ അഡ്മിഷനും പരീക്ഷകളും എല്ലാം പ്രൊഫഷണൽ ആയിരിക്കും. നമ്മളുടെ വേരിഫിക്കേഷൻ നടക്കുന്നത് ജൂലൈയിൽ ജോസ അലോക്കേഷൻ സമയത്ത് മാത്രമാണ്. അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും
പ്രൊവിഷണൽ എന്നായിരിക്കും വന്നിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ ഡേറ്റയ്ക്ക് അനുസൃതമായിട്ട് നമുക്ക് അഡ്മിറ്റ് കാർഡുകൾ തന്നു എന്ന് മാത്രമേ ഇതിന് അർത്ഥമുള്ളൂ. ഇത് തന്നെയാണ് ഒറിജിനൽ അഡ്മിറ്റ് കാർഡ്, ഇത് തന്നെയാണ് പരീക്ഷയ്ക്ക് കൊണ്ടു ചെല്ലേണ്ടതും. കാൻഡിഡേറ്റിൻ്റെ കാറ്റഗറി ഉൾപ്പെടെയുള്ള നമ്മൾ ഓൺലൈനായിട്ട് ചെയ്തപ്പോഴുള്ള എല്ലാ ഡേറ്റകളും നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോയും സിഗ്നേച്ചറും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസാണ്. നമ്മൾ BE BTechോ അല്ലെങ്കിൽ BRക്കോ ഏതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, എന്നാണ് എക്സാം, ഡേറ്റ് ഓഫ് എക്സാം, ഏത് ഷിഫ്റ്റിലാണ്. ഇപ്പം BR B പ്ലാനിങ് ആയതുകൊണ്ട് മാത്രം അത് 24-ാം തീയതി ഉച്ച കഴിഞ്ഞിട്ടാണ്. എന്നാൽ 27-ാം തീയതി മുതൽ നടക്കുന്ന BE BTech ഒന്നെങ്കിൽ രാവിലെ സമയത്തായിരിക്കും അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും. ഏത് ഷിഫ്റ്റാണെന്നുള്ളത് അഡ്മിറ്റ് കാർഡ് നോക്കി വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ അശ്രദ്ധ കൊണ്ട് നമ്മളുടെ സമയം നഷ്ടപ്പെടുത്തരുത്. നമ്മൾ അറിയാതെ തന്നെ രാവിലെയുള്ള ഷിഫ്റ്റിന് ഉച്ച കഴിഞ്ഞിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും പരീക്ഷ എഴുതിക്കുകയില്ല. ഡേറ്റ് ഓഫ് എക്സാമും അതുപോലെ തന്നെ ഏത് ഷിഫ്റ്റാണ് എക്സാം എന്നുള്ളത് കൃത്യമായി നോക്കി മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ എക്സാം സെൻറ്ററിൽ റിപ്പോർട്ടിംഗ് ടൈം എല്ലാ കുട്ടികൾക്കും കാണിച്ചിരിക്കും. അതായത് എക്സാമിന് അരമണിക്കൂർ മുമ്പ് വരെ, രാവിലെയുള്ള എക്സാം ആണെങ്കിൽ 9 മണിക്കാണ് ആരംഭിക്കുന്നത്, 8:30 വരെ നിങ്ങൾക്ക് അകത്തോട്ട് പ്രവേശിക്കാം. ഉച്ച കഴിഞ്ഞിട്ടുള്ള എക്സാം 3 മണിക്കാണ്, 2:30 വരെ നിങ്ങൾക്ക് പ്രവേശിക്കാം. ഒരു കാരണവശാലും അവസാനത്തെ സമയമാകാൻ നോക്കരുത്. അരമണിക്കൂറിന് മുമ്പ് തന്നെ നിങ്ങൾ എക്സാം സെൻറ്ററിൽ റിപ്പോർട്ട് ചെയ്തിരിക്കണം. അതുപോലെ അഡ്മിറ്റ് കാർഡിൽ റിപ്പോർട്ട് ചെയ്യേണ്ട സമയം, ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന സമയം, സെൻറ്ററിൻ്റെ അഡ്രസ്സ്, അതുപോലെ തന്നെ നമുക്കിപ്പോൾ എക്സാം സിറ്റി മാത്രമേ അറിയാമായുള്ളൂ. അഡ്മിറ്റ് കാർഡ് വന്നപ്പോൾ എക്സാം സെൻറ്റർ എവിടെ വെച്ചാണ് എക്സാം നടക്കുന്നത് അതിൻ്റെ കൃത്യമായ അഡ്രസ്സും അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. തലേ ദിവസമെങ്കിലും നിങ്ങൾ എക്സാം സെൻറ്ററിൽ എപ്പോൾ എത്താം, എത്ര ദൂരം കൊണ്ട് യാത്ര ചെയ്യാം, ഇത് എവിടെയായിരിക്കും ഇതിൻ്റെ ലൊക്കേഷൻ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. നമ്മളുടെ ജാഗ്രത കുറവ് കൊണ്ട് JEE Main 2024 നഷ്ടപ്പെട്ടുകൂടാ. 1-ാമത്തെ പേജിൽ തന്നെയുള്ളതാണ് സെൽഫ് ഡിക്ലറേഷൻ. കാൻഡിഡേറ്റിൻ്റെ പേര്, അഡ്രസ്സ് കാൻഡിഡേറ്റ് തന്നെ ഫില്ല് ചെയ്യണം. റണ്ണിങ് ഹാൻഡിൽ പ്രിൻ്റ് ചെയ്യേണ്ടതാണ്. പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് എഴുതി ചേർക്കേണ്ടതാണ്, ടൈപ്പ് ചെയ്യേണ്ടതല്ല. പേരും അഡ്രസ്സും എഴുതി ചേർക്കുക. അതിനുശേഷം നാം അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോ, JEE Main 2024 ആപ്ലിക്കേഷൻ സമയത്ത് നമ്മൾ ഏത് ഫോട്ടോയാണോ അപ്ലോഡ് ചെയ്തത് ആ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കുക. പാസ്പോർട്ട് ഒട്ടിക്കാൻ തികയുന്നില്ലെങ്കിൽ ഈ കോളത്തിന് മുകളിലോട്ട് എത്ര വേണമെങ്കിലും നമുക്ക് പാസ്പോർട്ട് സൈസ്, നമ്മുടെ കയ്യിലിരിക്കുന്ന പാസ്പോർട്ട് സൈസ് ഫോട്ടോ പേസ്റ്റ് ചെയ്യാം. ഈ ബോക്സിനകത്ത് തന്നെ നിൽക്കണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ കാൻഡിഡേറ്റിൻ്റെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ നമ്മുടെ സീൽ പാഡ് ഉപയോഗിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഇട്ടുകൊണ്ട് പോകാം. ഇല്ലെങ്കിൽ എക്സാം സെൻറ്ററിലുണ്ട്, കഴിവതും നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഇത് ചെയ്തുകൊണ്ട് പോകുന്നതാണ് നല്ലത്. ഇത് രണ്ടും നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യണം. ഫോട്ടോ ഒട്ടിക്കുന്നതും ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനും വീട്ടിൽ നിന്ന് തന്നെ ചെയ്തുകൊണ്ട് പോകാം. കാൻഡിഡേറ്റിൻ്റെ സിഗ്നേച്ചർ എക്സാം സെൻറ്ററിൽ ചെന്നിട്ട് ഇൻവിജിലേറ്ററിൻ്റെ മുമ്പിലാണ് രേഖപ്പെടുത്തേണ്ടത്. JEE Main 2024 ഓരോ കുട്ടികളെ സംബന്ധിച്ചോളം എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് നമുക്കറിയാം. എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് ഓർമ്മയിലിരിക്കട്ടെ. ഏറ്റവും കൂടുതൽ അബദ്ധം പറ്റുന്ന ഒരു മേഖല എന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് ടൈമിലാണ്. നമുക്ക് അരമണിക്കൂർ മുമ്പ് വരെ അത് ഓപ്പൺ ആണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അവസാനത്തെ ഒരു റഷിൽ നിങ്ങൾ അകപ്പെടുകയും ഏതെങ്കിലും കാരണവശാൽ നമ്മളുടെ വാലിഡ് ID പ്രൂഫിലോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്നതിലോ ഒക്കെ നമുക്ക് അബദ്ധങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് തിരുത്തുവാൻ സമയമില്ല. അതുകൊണ്ട് എത്രയും നേരത്തെ എക്സാം സെൻറ്ററിൽ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഉചിതം. എക്സാം തുടങ്ങുന്നതിനും അരമണിക്കൂർ മുമ്പ് ഗേറ്റ് ക്ലോസ് ചെയ്തിരിക്കും. പിന്നെ ഒരു കാരണവശാലും എക്സാം സെൻറ്ററിന് എക്സാം എഴുതാൻ അനുവദിക്കുകയില്ല. എക്സാം സെൻറ്ററിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ മെറ്റൽ ഡിറ്റക്ടർ വഴിയും അതുപോലെ തന്നെ നമ്മൾ കസ്റ്റമറി ഡ്രസ്സൊക്കെയാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ അവർ ഫ്രിസ്കിംഗ് ഉണ്ട്. അത് പൂർണ്ണമായിട്ട് അവരോട് സഹകരിക്കണം. അതിനുശേഷം നമ്മൾ എക്സാമിന് കയറിക്കഴിഞ്ഞാൽ എക്സാം തീരുന്നിടം വരെയും നമ്മൾ ആ എക്സാം സെൻറ്ററിൽ തന്നെ ഇരിക്കുന്നതാണ്. യാതൊരു സാഹചര്യവശാലും എക്സാമിനിടയിൽ കുട്ടികളെ വെളിയിൽ പോകാൻ അനുവദിക്കുന്നതില്ല. എന്നാൽ വാഷ്റൂം ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ വെള്ളം കുടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഫ്രിസ്കിങ്ങിന് ഹാജരാകേണ്ടതും അതിനുശേഷം നമുക്ക് എക്സാം തുടരുകയും ചെയ്യാം. പക്ഷേ നമ്മുടെ എക്സാമിൻ്റെ ടൈം ആ സമയത്ത് നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. അഡ്മിറ്റ് കാർഡ് 4 A4 സൈസാണ്. അതിൽ ആദ്യത്തെ പേജാണ് എല്ലാവരും കൊണ്ടുപോകേണ്ടത്.
ആധാർ ഇല്ലാത്ത കുട്ടികൾ, ആധാർ വെരിഫൈ ചെയ്യാത്ത കുട്ടികൾ 4-ാമത്തെ പേജും കൊണ്ടു ചെല്ലേണ്ടതാണ്. അഡ്മിറ്റ് കാർഡ് പ്രൊവിഷണലാണ് എന്ന് പറഞ്ഞാൽ സബ്ജക്ട് ടു സാറ്റിസ്ഫൈങ് ദ എലിജിബിലിറ്റി കണ്ടീഷൻസ് ആസ് ഗിവൺ ഇൻ ദ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ പ്രകാരം നമ്മളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുന്നോ ജൂലൈ മാസത്തിൽ അഡ്മിഷൻ സമയത്ത് വെരിഫൈ ചെയ്യുമ്പോഴാണ് നമ്മുടെ അഡ്മിഷൻ ഒറിജിനൽ അലോട്ട്മെൻറ്റ് മെമ്മോ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് ലഭിക്കുകയുള്ളൂ. നമ്മൾ ഏതെങ്കിലും റിലീജിയസ് കസ്റ്റമറി ഡ്രസ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എക്സാം സെൻറ്ററിൽ നേരത്തെ തന്നെ 1 മണിക്കൂർ മുമ്പെങ്കിലും റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അവർക്ക് ആവശ്യമായ ചെക്ക് ചെയ്യുന്നതിനുള്ള അവസരം നൽകേണ്ടതാണ്. എക്സാം സെൻറ്ററിൽ അനുവദിക്കുന്നത് പേഴ്സണൽ ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ, നമുക്ക് ആവശ്യത്തിന് വെള്ളം കുടിക്കുവാനുള്ള വാട്ടർ ബോട്ടിൽ നമുക്ക് കൊണ്ടുചെല്ലാൻ സാധിക്കും. സിമ്പിൾ ട്രാൻസ്പെറൻറ്റ് ബോൾ പോയിൻറ്റ് പെന്ന്, നമുക്കൊരു പേന നമുക്ക് കൊണ്ടുപോകാം. റഫ് വർക്ക് ചെയ്യാനായിട്ടും എക്സാം സെൻറ്ററിൽ അറ്റൻഡൻസ് ഒക്കെ രേഖപ്പെടുത്തുവാനുള്ള ബോൾ പോയിൻറ്റ് പേന, ബ്ലൂ ഓർ ബ്ലാക്ക് ഏത് വേണമെങ്കിലും നമുക്ക് കൊണ്ടുചെല്ലാം. എന്നാൽ റഫ് വർക്ക് ചെയ്യാനുള്ള പേപ്പർ എക്സാം സെൻറ്ററിൽ നിന്നാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഒരു കാരണവശാലും നമുക്ക് കൊണ്ടുപോകാനാവില്ല. അതുപോലെ തന്നെ എക്സാം കഴിഞ്ഞതിന് ശേഷം റഫ് വർക്ക് ചെയ്ത പേപ്പറും അഡ്മിറ്റ് കാർഡും എക്സാം സെൻറ്ററിൽ തന്നിരിക്കുന്ന നിർദ്ദിഷ്ട ബോക്സുകളിൽ തിരിച്ച് ഇടേണ്ടതുമാണ്. അഡ്മിറ്റ് കാർഡോ അതുപോലെ തന്നെ റഫ് വർക്ക് ചെയ്ത പേപ്പറോ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളതല്ല. എക്സാം സെൻറ്ററിൽ വാലിഡ് ആയിട്ടുള്ള അഡ്മിറ്റ് കാർഡും അതുപോലെ തന്നെ ID പ്രൂഫും നമുക്ക് എക്സാം സെൻറ്ററിൽ കൊണ്ടുചെല്ലേണ്ടതാണ്. ഒരു അഡീഷണൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, നമ്മൾ ഒരു ഫോട്ടോ അഡ്മിറ്റ് കാർഡിൽ ഒട്ടിക്കുന്നുണ്ട്. ഓൾറെഡി അഡ്മിറ്റ് കാർഡിൽ ഒരെണ്ണം പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്, മുകളിൽ ഒരെണ്ണം പ്രിൻറ്റിൽ വന്നിട്ടുണ്ട്. ഏറ്റവും താഴെ ലെഫ്റ്റ് കോളത്തിൽ ഒരു പാസ്പോർട്ട് സൈസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ട്, ഒട്ടിക്കുന്നുണ്ട്. അതുകൂടാതെ ഒരു ഫോട്ടോ കൂടി നമ്മൾ കൊണ്ടുചെല്ലണം അവിടുത്തെ അറ്റൻഡൻസ് ബുക്കിൽ ഒട്ടിക്കുവാൻ വേണ്ടിയിട്ട്. അഡീഷണൽ ആയിട്ടൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഒറിജിനൽ വാലിഡ് ID പ്രൂഫ്, അതായത് ഫോട്ടോ ഐഡൻറ്റിഫിക്കേഷനാണ്. നമ്മുടെ അഡ്മിറ്റ് കാർഡിലുള്ള ഫോട്ടോയുമായിട്ട് താരതമ്യം ചെയ്യുന്ന, അതുകൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു വാലിഡ് ID പ്രൂഫ് നമ്മൾക്കുണ്ടായിരിക്കണം. ആ ID പ്രൂഫിലെ ഫോട്ടോയും പേരുമാണ് നോക്കുന്നത്. അതിനകത്ത് ഡേറ്റ് ഓഫ് ബർത്തോ അച്ഛൻ്റെ പേരോ അമ്മയുടെ പേരോ അഡ്രസ്സോ ഒന്നും വെരിഫൈ ചെയ്യുകയില്ല. വാലിഡ് ഫോട്ടോ ID പ്രൂഫ് എന്നാണ് നമ്മൾ പറയുന്നത് തന്നെ. അതുകൊണ്ട് നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഏത് വേണമെങ്കിലും കൊണ്ടുചെല്ലാം. സ്കൂൾ ഐഡൻറ്റിറ്റി കാർഡ്, സ്കൂളിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് കൊണ്ടുപോകാം, പാൻ കാർഡ് കൊണ്ടുപോകാം, ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ടുപോകാം, വോട്ടേഴ്സ് ID കൊണ്ടുപോകാം, പാസ്പോർട്ട് കൊണ്ടുപോകാം, ആധാർ കാർഡ്, അതുപോലെ തന്നെ ആധാർ, കമ്പ്യൂട്ടറിൽ നിന്ന് എടുക്കുന്ന ആധാർ, റേഷൻ കാർഡിൽ കുട്ടിയുടെ ഫോട്ടോ ആണെങ്കിൽ, അല്ലെങ്കിൽ +2ൻ്റെ ഹോൾ ടിക്കറ്റ്, അല്ലെങ്കിൽ ബാങ്കിൻ്റെ പാസ്ബുക്ക്, ഇങ്ങനെയുള്ള ഏതെങ്കിലും കുട്ടിയുടെ വാലിഡ് ഫോട്ടോ ഉള്ള, കുട്ടിയെ തിരിച്ചറിയാൻ പറ്റുന്ന ഏത് ഒറിജിനൽ ID പ്രൂഫും അംഗീകരിക്കും. PWD കാൻഡിഡേറ്റ് ആണെങ്കിൽ കൂടുതൽ സമയം വേണ്ടതാണ്, അല്ലെങ്കിൽ സ്ക്രൈബ് വേണ്ടതാണെങ്കിൽ അതിൻ്റെ ആവശ്യമായ രേഖകൾ കയ്യിലുണ്ടായിരിക്കണം. ഡ്രോയിങ് ടെസ്റ്റ് എഴുതേണ്ടവർ, അതായത് BRB പ്ലാനിങ്ങിന് മാത്രം ഡ്രോയിങ് ടെസ്റ്റ് എഴുതാനായിട്ട് നമ്മളുടെ കയ്യിൽ ആവശ്യത്തിന് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്, പെൻസില്, അതുപോലെ സ്കെയിൽ പോലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ കൊണ്ടുചെല്ലേണ്ടതാണ്. അതുപോലെ വാച്ച്, എന്തെങ്കിലും ആഭരണങ്ങൾ, അതുപോലെ തന്നെ ഷൂവ്, കട്ടി കൂടിയ ചപ്പലുകൾ എന്നിവ എക്സാം സെൻറ്ററിൽ അനുവദിക്കുകയില്ല. കഴിവതും നിങ്ങളുടെ മെറ്റലായിട്ടുള്ള യാതൊരു കാര്യങ്ങളും നിങ്ങളുടെ ദേഹത്തുണ്ടായിരിക്കരുത്. അതുപോലെ തന്നെ വാച്ച്, അതുപോലെ തന്നെ തിക്ക് ഷോളുള്ള ഷൂവ്, അങ്ങനെയുള്ളതെല്ലാം നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. വലിയ ബട്ടൺസ്, മെറ്റലിൻ്റെ വലിയ ബട്ടൺസോട് കൂടിയ ഉടുപ്പുകൾ കഴിവതും ഒഴിവാക്കേണ്ടതാണ്. റഫ് വർക്ക് ചെയ്യാനുള്ള ആവശ്യത്തിന് ബ്ലാങ്ക് പേപ്പേഴ്സ് നിങ്ങൾക്ക് എക്സാം സെൻറ്ററിൽ നിന്ന് എത്ര വേണമെങ്കിലും അലോ ചെയ്യും. അത് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് അത് ഒരു പ്രത്യേക ബോക്സ് വെച്ചിട്ടുണ്ട്, ആ ബോക്സിൽ നിക്ഷേപിച്ചതിന് ശേഷം അതിൽ തന്നെ ഇട്ടതിന് ശേഷം വേണം നമുക്ക് എക്സാം സെൻറ്ററിൽ നിന്ന് പുറത്തു വരുവാൻ. നമ്മളുടെ ഫോട്ടോ ഒട്ടിച്ച, നമ്മളുടെ തമ്പിംപ്രഷനും സിഗ്നേച്ചറുമുള്ള ഒറിജിനൽ അഡ്മിറ്റ് കാർഡ് എക്സാം സെൻറ്ററിൽ പ്രത്യേക ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. ആ ബോക്സിൽ തന്നെ ഇട്ടിട്ട് വേണം എക്സാം സെൻറ്ററിൽ നിന്ന് വെളിയിൽ വരുവാൻ. BRB പ്ലാനിങ് എഴുതുന്ന കുട്ടികൾക്ക് BTechന് വേറെ അഡ്മിറ്റ് കാർഡ് ലഭ്യമാണ്. ആധാർ ഇല്ലാത്ത കുട്ടികൾക്ക്, അല്ലെങ്കിൽ ആധാർ അപ്ഡേറ്റ് ചെയ്യാതെ ഓൺലൈൻ അപ്ലൈ ചെയ്ത കുട്ടികൾക്ക്, ആധാർ അല്ലാതെ മറ്റു വാലിഡ് ID പ്രൂഫ് കൊടുത്ത് ഓൺലൈൻ ചെയ്തവരൊക്കെ 4-ാമത്തെ പേജായിട്ടുള്ള ആധാർ ഡിക്ലറേഷൻ ഫ്രം നോൺ ആധാർ കാൻഡിഡേറ്റ് എന്നുള്ള 4-ാമത്തെ പേജ് പൂരിപ്പിച്ച് കൊണ്ടുചെല്ലേണ്ടതാണ്. 2024 പ്രധാന പ്രവേശന പരീക്ഷയിൽ JEE Main ആണ് ആദ്യം ഇപ്പോൾ അഡ്മിറ്റ് കാർഡോടുകൂടി റിലീസായിരിക്കുന്നത്. 24-ാം തീയതി നമുക്ക് BRCൻ്റെ എക്സാം തുടങ്ങുന്നു. 27-ാം തീയതി മുതൽ പേപ്പർ 1 BE BTech ആരംഭിക്കുന്നു. ഇതിൻ്റെ റിസൾട്ട് നമുക്ക് ഫെബ്രുവരി 12-ാം തീയതി അറിയാൻ സാധിക്കും. എത്രയാണ് പെർസെൻറ്റേജ് സ്കോർ എന്നുള്ളത് ഫെബ്രുവരി 12-ാം തീയതി അറിയാൻ സാധിക്കും.
ആദ്യത്തെ സെഷൻ മാത്രം അപേക്ഷിച്ച കുട്ടികൾക്ക് രണ്ടാമത്തെ സെഷന് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഏപ്രിൽ 1 മുതൽ 15 വരെയുള്ളതിന് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി 2 മുതൽ മാർച്ച് 2 വരെ ഓൺലൈനായിട്ട് ഇതേ ആപ്ലിക്കേഷൻ നമ്പർ വെച്ച് തന്നെ അപേക്ഷിക്കാവുന്നതാണ്. ഇതുവരെയും അപേക്ഷിക്കാത്ത കുട്ടികൾക്കും ഫെബ്രുവരിയിൽ രണ്ടാമത്തെ സെഷന് വേണ്ടിയിട്ട് അപേക്ഷകൾ കൊടുക്കാവുന്നതാണ്. IIT പ്രവേശനവും NIT പ്രവേശനവും IIIT പ്രവേശനവുമൊക്കെ നാം എത്രയോ നാളുകൾക്ക് മുമ്പ് തന്നെ നാം സ്വപ്നം കണ്ടതാണ്. തീർച്ചയായിട്ടും അതെല്ലാം ഈ 2024 സാർത്ഥകമാകാൻ പോകുന്നു. ഏറ്റവും നല്ല ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങൾ ആർജിച്ച കഴിവ് പൂർണ്ണമായിട്ടും എക്സാം സെൻറ്ററിൽ എക്സാമിന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുമാറാകട്ടെ. എൻറ്റയർ ബ്രില്യൻ്റ് ടീമിൻ്റെ പ്രാർത്ഥനകൾ, നിങ്ങളുടെ രക്ഷകർത്താക്കളുടെ പ്രാർത്ഥനകൾ, ഈ ലോകത്തിൻ്റെ മുഴുവൻ പ്രാർത്ഥനകൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.